നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ റെക്കോർഡ് സംഖ്യയിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വോട്ടിംഗ് ശതമാനം ഉയരുന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും പോളിംഗ് ബൂത്തിലേക്ക് എത്തി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ട് ചെയ്യുന്ന എല്ലാവരുടെയും വോട്ട് രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. വോട്ടർമാരുടെ എണ്ണം ഉയരുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണ്. എല്ലാ യുവ വോട്ടർമാരുടെയും സ്ത്രീ വോട്ടർമാരുടെയും നിങ്ങളുടെ അവകാശം പരമാവധി വിനിയോഗിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ വോട്ടാണ് നിങ്ങളുടെ ശബ്ദം എന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രണ്ടാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയതിനേക്കാൾ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട്. 2019 അപേക്ഷിച്ച് ഇക്കുറി നടന്ന ആദ്യഘട്ടത്തിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരുന്നു. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 88 മണ്ഡലങ്ങളിലാണ് ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളം 20, കർണാടക 14, രാജസ്ഥാൻ 13, ഉത്തർപ്രദേശ് 8, മഹാരാഷ്ട്ര 8, മധ്യപ്രദേശ് 7, ആസാം 5, ബീഹാർ 5, ബംഗാൾ 3, ഛത്തീസ്ഗഡ് 3, ജമ്മു കാശ്മീർ 1, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം.